നമസ്കാരം. പതിവില്ലാതെ നമസ്കാരമൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് എന്താണ് എന്ന് തോന്നുന്നുണ്ടോ? ഇത് ഒരു വാർത്താ റിയാക്ഷൻ വീഡിയോ അല്ല. ഇത് പൊതുവായിട്ട് പബ്ലിക് ഒപ്പീനിയന്റെ കമന്റുകളിലും അതുപോലെ മെസ്സേജുകളിലും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, എല്ലാ വീഡിയോയുടെയും തുടക്കത്തിൽ പബ്ലിക് ഒപ്പീനിയന് ഒരു സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്, പറ്റുന്നവരൊക്കെ നമ്മളെ ഒന്ന് സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു അഭ്യർത്ഥന എപ്പോഴും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? എന്താണ് അതിന്റെ റീസൺ? ഇത് അങ്ങ് എല്ലാ കാലത്തേക്കും തുടർന്ന് പോകുന്ന ഒരു സംഗതിയാണോ? പിന്നെ ഒരു ഹെൽത്ത് ഇഷ്യൂവിന്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്താണ് ആക്ച്വലി ആ ഹെൽത്ത് ഇഷ്യൂ? അത് മാരകമായിട്ടുള്ള എന്തെങ്കിലും അസുഖമാണോ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് കൺസേൺ ഉള്ള, നമ്മളോട് സ്നേഹമുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് മറുപടി പറയുന്നതിലും എളുപ്പം ഇനി ഒരുപാട് പ്രേക്ഷകർ പുതുതായിട്ടും വരാനുണ്ടല്ലോ, അവർക്കും ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാം, എന്നിട്ട് അത് കമന്റിൽ പിൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. ആ വീഡിയോയാണ് ഇത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എനിക്ക് കോമൺലി ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് പബ്ലിക് ഒപ്പീനിയൻ ഒരു സാമ്പത്തിക പിന്തുണ വേണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരോട് ആവശ്യപ്പെടുന്നത്? ഈ യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള മീഡിയത്തിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഏണിംഗ് ഉണ്ട് എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ എന്തിനാണ് ആളുകളോട് ഇങ്ങനെ പൈസ ചോദിക്കുന്നത്? അത് ശരിയല്ലല്ലോ, അതിനെ തെണ്ടലല്ലേ എന്നൊക്കെ ഒരുപാട് പേര് വിശേഷിപ്പിച്ചു കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പബ്ലിക് ഒപ്പീനിയൻ അങ്ങനെ ചോദിക്കുന്നത് എന്നതിനുള്ള ഉത്തരമാണ് പറയുന്നത്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. അതായത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പുതുപ്പള്ളി ഇലക്ഷൻ സമയത്താണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരാണ് പബ്ലിക് ഒപ്പീനിയന്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്. ഞങ്ങൾ 2 പേരും വേറൊരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് അവിടെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രൈസിസ് വന്നപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ഒരെണ്ണം അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണ്. തുടങ്ങിയപ്പോൾ തന്നെയായിരുന്നു പുതുപ്പള്ളി ഇലക്ഷൻ. പുതുപ്പള്ളി ഇലക്ഷൻ നമുക്കറിയാം ഭയങ്കര സെൻസേഷനിലായിട്ടുള്ള, കേരളമെന്നല്ല എല്ലായിടത്തുള്ള മലയാളികൾ ഉറ്റുനോക്കിയ ഒരു സംഗതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റ മാസം കൊണ്ട് പബ്ലിക് ഒപ്പീനിയൻ, ഇതുപോലെ ഈ പേര് അനർത്ഥമാക്കുന്നത് പോലെ തന്നെ പബ്ലിക്കിന്റെ ഒപ്പീനിയനുകളായിരുന്നു നമ്മൾ അന്ന് വീഡിയോസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ഹിറ്റാവുക എന്നതിന്റെ ഒരു ഇന്റൻസിറ്റി എത്രയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒറ്റ മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആയി. അതായത് നമ്മുടെ ചാനലിന് വരുമാനം വരുന്ന രീതിയിൽ ആയി. അപ്പൊ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറുമാണ് വേണ്ടത്. അതായത് 1000 പേര് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, 4000 മണിക്കൂറുകൾ അവർ നമ്മുടെ വീഡിയോസ് കണ്ടിരിക്കണം. ഒരാളല്ല, എല്ലാവരും കൂടെ ചേർന്ന്. അപ്പൊ ഇത് പലർക്കും വലിയൊരു ടാസ്ക്കാണ്. ഒരുപാട് പേര് ഇപ്പൊ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാസം ഒന്നാകുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം 1 lakh ആയിരുന്നു. അതായത് ആദ്യത്തെ വരുമാനവും സിൽവർ ബട്ടണും പബ്ലിക് ഒപ്പീനിയന് ഒരുമിച്ചാണ് യൂട്യൂബിൽ നിന്ന് ലഭിച്ചത്. അത്രയ്ക്ക് ഹിറ്റായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. എവിടെ നിന്നാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ പറ്റിയെന്ന് അറിയാമോ? ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ വളരെ പഴയതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, ഒന്നിലധികം, അതായത് 2 ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനും സാധിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വലിയ രീതിയിൽ CPM വിമർശനങ്ങൾ, പൊതുജനങ്ങളുടെ വിമർശനങ്ങൾ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. നല്ല രീതിയിൽ ആളുകൾക്ക് ഇവിടത്തെ ഭരിക്കുന്ന സർക്കാരിന്റെ കെടുകാര്യസ്ഥതകൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ആ വീഡിയോസ് ഉതകി. വലിയ രീതിയിൽ, അതായത് ഈവൻ മനോരമ വരെ നമ്മുടെ വീഡിയോസ് എടുത്തിട്ട് പോയിട്ട് അവര് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അത്രയധികം ഹിറ്റായിട്ട് ഈ ചാനൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ റിയാക്ഷൻ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, റീൽസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 1 മിനിറ്റിൽ താഴെയുള്ള വാർത്താ റിയാക്ഷനുകൾ. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂറിലാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വീഡിയോസ് തുടങ്ങിയത്. അതിനൊക്കെ കുറേ മുൻപ് വീഡിയോസിന് നല്ല രീതിയിൽ റിപ്പോർട്ട് അടി വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ നോക്കി, ഞാൻ പറഞ്ഞല്ലോ, ഈ 100K സബ്സ്ക്രൈബേഴ്സുമായിട്ട് 1 മാസം കൊണ്ട് തുടങ്ങിയ ഒരു ചാനല് പടേന്ന് റീച്ച് ഇറങ്ങി പോകാൻ തുടങ്ങി. നല്ല രീതിയിൽ വ്യൂസ് കുറയുന്നു. ഒരുപാട് ആൾക്കാർ നമ്മളോട് പേഴ്സണലി അറിയാവുന്നവർ ചോദിക്കുന്നു, വീഡിയോ ഒന്നും ചെയ്യാറില്ലേ? കാരണം നമുക്ക് ഈ വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല. നമ്മൾ ബെൽ ബട്ടൺ ഒക്കെ പ്രസ് ചെയ്തിട്ടിരിക്കുന്നതാണ്, പക്ഷെ ഒന്നും വരുന്നില്ലല്ലോ. പബ്ലിക് ഒപ്പീനിയനിൽ ഇപ്പോൾ വീഡിയോ ഒന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്, വീഡിയോസ് ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആശ്രയിക്കുന്നത് ഒരു ടെക്നീഷ്യനെയാണ്. നമ്മൾ അതിനെ എത്തിക്കൽ ഹാക്കർ എന്ന് പറയും. ആ ഒരു പൊസിഷന്, ഒരു എത്തിക്കൽ ഹാക്കറിനെ നമുക്ക് സ്വന്തമായിട്ട് കൂടെ നിർത്തണമെന്നുണ്ടെങ്കിലും മാസ ശമ്പളമൊക്കെ കൊടുത്ത് നിർത്താനായിട്ടൊന്നും അഫോർഡബിൾ ആവില്ല നമ്മളെ പോലുള്ള ചെറിയ ചാനലുകാർക്ക്. അപ്പൊ നമുക്ക് അവരുടെ സേവനത്തിന് പേയ്മെന്റ് ചെയ്ത് നമുക്ക് നിർത്താൻ സാധിക്കും. ഫ്രീലാൻസറിനെ, അങ്ങനെ ഒരു ഫ്രീലാൻസറിനെ വെച്ച് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് റിപ്പോർട്ട് അടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫോൾസ് ന്യൂസ് ആണ് പരത്തുന്നത്, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, എന്തോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണെന്നുള്ള രീതിയിൽ നെഗറ്റീവ് റിപ്പോർട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഒരു റിപ്പോർട്ട് 2 റിപ്പോർട്ട് വന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന്. ഒരു റിപ്പോർട്ട് 2 റിപ്പോർട്ടല്ല, മാസീവ് റിപ്പോർട്ട്. അതായത് ഇന്ന് ഇവിടെ സൈബറിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വന്തമായി ഈ എത്തിക്കൽ ഹാക്കേഴ്സിന്റെ ഒരു ടീം തന്നെയുണ്ട്. എത്തിക്കൽ ഹാക്കേഴ്സ് എന്നാണ് പേരെങ്കിലും ചിലരൊക്കെ അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ഇങ്ങനെ ആളുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാസീവായിട്ട് റിപ്പോർട്ട് അടിക്കുക എന്നുള്ളത്. അവര് ഇങ്ങനെ ടെക്നിക്കലി ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് 1000 2000 റിപ്പോർട്ട് അടിയാണ് ചെല്ലുന്നത്. അപ്പൊ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോയ്ക്ക് 2000 നെഗറ്റീവ് റിപ്പോർട്ട് വന്നാൽ ആ വീഡിയോയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നത് അവർ സെൻസ് ചെയ്ത് ആ വീഡിയോന്റെ റീച്ച് അവർ താഴ്ത്തും, റെക്കമെൻഡേഷൻ താഴ്ത്തും. വേറെ ആരും ഇനി അത് കാണണ്ട. കാരണം കണ്ടാൽ അതൊരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം മാസീവ് റിപ്പോർട്ട് അടിയാണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് സംഭവിച്ചത്. ഇത് പൈസ കൊടുത്ത് ചെയ്യിക്കുന്ന പോലെ ഇന്റൻഷനലി ചെയ്യിക്കുന്ന ഒരു സംഗതിയാണ്.
അപ്പൊ ഇത് ഇന്റൻഷനലി ചെയ്യിക്കുന്ന സംഗതിയാണെന്നും നമ്മുടെ ഭാഗത്തു നിന്നും അങ്ങനെ യാതൊരു ലീഗൽ കോൺഫ്ലിക്റ്റും നമ്മുടെ വീഡിയോസിന് വരാനില്ലെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അപ്പീൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ മെയിൽ അയക്കുക, അപ്പീൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ യൂട്യൂബിന്റെ റീച്ച് എന്ന് പറയുന്നത് കയറും ഇറങ്ങും എന്നതുപോലെയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇപ്പൊ ലേറ്റസ്റ്റ് വീഡിയോ ലാസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്ത മണിയാശാന്റെ വീഡിയോ 300K കയറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ ആഡും കാണും. അപ്പൊ നിങ്ങൾ പറയും അത്രയും റീച്ച് കയറുന്നുണ്ടല്ലോ, ഒരെണ്ണം കയറും, അങ്ങനെ 1 or 2 കയറും. ബാക്കിയുള്ളതിനൊക്കെ ഏതെങ്കിലും ഒക്കെ റിപ്പോർട്ട് വരുമ്പോൾ പിന്നെ താഴേക്ക് പോകും. പിന്നെ ഒരു സെൻസേഷണൽ ഇഷ്യൂ ആണ് ഞാൻ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ റീച്ച് പോകുന്നുണ്ട് എന്നാണെങ്കിൽ ആ വീഡിയോ കയറും. നോക്കിക്കോ, അതിന്റെ തൊട്ടടുത്ത് ഞാൻ ചെയ്യുന്ന വീഡിയോയും അതുപോലെ കയറി വരും. പിന്നെ വരുന്ന വീഡിയോയ്ക്ക് റിപ്പോർട്ട് വരുവാണെങ്കിൽ പിന്നെ അങ്ങ് താഴേക്ക് പോകും. ഈ ഒരു ഗ്രാഫിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് യൂട്യൂബിന്റെ കാര്യമാണ്. ഫേസ്ബുക്ക് എങ്ങനെയാണെന്ന് അറിയാമോ? ഫേസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു 4 or 5 റിപ്പോർട്ട് വന്നാൽ തന്നെ ഫേസ്ബുക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ കട്ട് ചെയ്യും. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ വരുമാനം തരുന്ന ആ മാർഗത്തിനെ പറയുന്ന പേരാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റയ്ക്ക് പണ്ടൊരു കേസ് വന്നായിരുന്നു. അതായത് BJP സർക്കാർ വന്നതിന് ശേഷം വാർത്താ മന്ത്രാലയത്തിന്റെ കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തം സോഷ്യൽ മീഡിയയുടെ ഓണറിനും കൂടെയാണ് എന്ന നിലയിലേക്ക് വന്നു. അപ്പൊ ഫേസ്ബുക്കിൽ എന്തെങ്കിലും സാമൂഹിക ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ ഫേസ്ബുക്കും കൂടി പ്രതിയാവും എന്ന നിലയിലായി. അപ്പൊ ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു ഗ്രീവിയൻസ് ഓഫീസറിനെ വെക്കണമെന്ന് നിയമം വന്നതോടുകൂടി ഫേസ്ബുക്ക് ഒരു ഗ്രീവിയൻസ് ഓഫീസറിനെ വെച്ചു. അതായത് ഇന്ത്യയിലെ ടോട്ടൽ ആളുകൾക്ക് വേണ്ടി ഒറ്റ ആള്. എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു മെയിൽ അയച്ചാൽ ഇയാൾ തുറന്നു നോക്കില്ല. നമുക്കറിയാം കോടിക്കണക്കിന് മെയിൽ ഒരു ദിവസം വരുമ്പോൾ എങ്ങനെ ഒരു മനുഷ്യൻ നോക്കുന്നത് നടക്കാത്ത കാര്യം. വെറുതെ പേരിനൊരു ഗ്രീവിയൻസ് ഓഫീസറാണ്. അപ്പൊ ഇവർക്ക് ഈ പ്രതിയാകുന്ന കാര്യം ഒഴിവാക്കാൻ ഇവർ ചെയ്യുന്ന സംഗതിയാണ് 1, 2, 3 ഒക്കെ റിപ്പോർട്ട് വരുമ്പോൾ ആ വീഡിയോന്റെ മോണിറ്റൈസേഷനുകളെയും അടുത്ത വീഡിയോന് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ചാനലിന്റെ മോണിറ്റൈസേഷനുകളെയും പേജിന്റെ മോണിറ്റൈസേഷനുകളെയും. അങ്ങനെ ഫേസ്ബുക്കിലെ ആദ്യത്തെ പേജിന്റെ മോണിറ്റൈസേഷൻ 2 വർഷമായിട്ട് ഞങ്ങൾക്കില്ല. എത്രയോ മെയിൽ അയച്ചു, എന്തൊക്കെയോ ചെയ്തു, ഒരു രക്ഷയില്ല. ഫേസ്ബുക്ക് ഒരു രീതിയിലും നമുക്ക് തരുന്നില്ല. അപ്പൊ ഈ മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി ചെയ്യും. യൂട്യൂബിനെക്കാട്ടിയും മോശമാണ്. 4 or 5 പേർക്ക് വീഡിയോ കാണിക്കും. അത്രയും വീഡിയോന്റെ റീച്ച് താഴ്ത്തിക്കളയും, മാനസികമായിട്ട് നമ്മളെ അങ്ങ് നശിപ്പിച്ച് കളയും. അങ്ങനെ ഫേസ്ബുക്ക് ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. രണ്ടാമതൊരു പേജ് തുടങ്ങിയെങ്കിലും അത് മോണിറ്റൈസ്ഡ് ആയിട്ടൊന്നുമില്ല. ഇതുപോലെ തന്നെയാണ് അതിനും റിപ്പോർട്ട് അടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ ഒരിക്കലും എന്താ പറയാ ഏർണിങ്സ് ഇല്ലാത്ത ഒരു ചാനൽ ആയിരുന്നില്ല. തുടക്കം മുതൽ നല്ല രീതിയിൽ ഏർണിങ്സ് ആയിട്ട് വന്ന ഒരു ചാനൽ തന്നെയായിരുന്നു നമ്മുടേത്. അപ്പൊ അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഈ ഏർണിങ്സ് കട്ടായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്ക് ചെയ്യാനായിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായി. എല്ലാവർക്കും ഉള്ള സാധാരണ നിലയിലുള്ള എക്സ്പെൻസ് ഒക്കെ തന്നെ നമുക്കും ഉണ്ട്. അതിപ്പോൾ റെന്റ് ആയാലും ഫുഡിന്റെ എക്സ്പെൻസ് ആയാലും പിന്നെ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ എക്സ്പെൻസ് ആയാലും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ലൈറ്റും കാര്യങ്ങളും ഒക്കെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും, ഓരോരോ സാധനങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ സാധിക്കൂ. ഇപ്പോഴത്തെ യൂട്യൂബിന്റെ ഒരു അൽഗോരിതം ഒക്കെ വെച്ചിട്ട് വലിയ ക്വാളിറ്റിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഞങ്ങൾ ആ സമയത്ത് ചെയ്തത് മറ്റ് ചാനലുകൾക്ക് വർക്ക് ചെയ്യാന്നുള്ളതാണ്. എന്നിട്ട് പബ്ലിക് ഒപ്പീനിയനിൽ ചെയ്തിട്ട് കുറച്ച് നാളെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അതായത് പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന ചില ആൾക്കാർക്ക് നമ്മൾ ചെന്ന് ബാക്ക് എൻഡ് സപ്പോർട്ട് ഫുള്ള് ചെയ്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒറ്റ മാസം കൊണ്ട് ചാനൽ മോണിറ്റൈസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിനൊരു പേയ്മെന്റ് വാങ്ങിക്കും. അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയി. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പബ്ലിക് ഒപ്പീനിയനിൽ ചെയ്യാനായിട്ടുള്ള ടൈം ഇല്ലാതായപ്പോഴത്തേക്ക് നമ്മൾ ഇത് വിട്ടിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഏർണിങ്സിലേക്കൊന്നും മാത്രം ഒരു സംഗതിയായി. എന്നാൽ കേരളത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഇത് ഞാൻ ഭയങ്കര ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പൊ എനിക്കിത് സംസാരിക്കാതിരിക്കാൻ സാധിക്കില്ല, എനിക്കിത് സംസാരിക്കണം എന്ന് വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് പ്രേക്ഷകരോട് ഈ കാര്യം തുറന്നു പറഞ്ഞുകൂടാ. ഒരു കൂട്ടം നമ്മളെ അടിക്കാനുണ്ടെങ്കിൽ ഒരു കൂട്ടം അണയ്ക്കാനും ഉണ്ടാകുമല്ലോ. തീർച്ചയായും ഞാൻ പറയുന്ന കാര്യങ്ങൾ 100% ജെനുവിൻ ആണെന്നും അത് പ്രയോജനപ്പെടുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് CPM-നെ കുറിച്ചും പിണറായി വിജയനെ കുറിച്ചും ഒക്കെ പറഞ്ഞ വിമർശനങ്ങൾ, ആ വിമർശനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, അത് വോട്ടിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യും എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതൊരു നിരീക്ഷണമാണ്. കൃത്യമായി ബയസ്ഡ് ആയിട്ടല്ലാതെ ഒരു രാഷ്ട്രീയത്തെ പുരോഗമനപരമായി നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അത് മനസ്സിലാക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ നിൽക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളോട് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ ആവശ്യപ്പെട്ടത്. അപ്പൊ ഒരുപാട് പേര് നമ്മളെ നല്ല രീതിയിൽ തന്നെ പിന്തുണച്ചു. അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഈ നിൽക്കുന്ന അവസ്ഥയിൽ കുറച്ചും കൂടി ക്വാളിറ്റിയോടുകൂടി വീഡിയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ നിൽക്കാൻ കാരണം നിങ്ങളാണ്. ഒരു കൂട്ടം ആൾക്കാർ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും എന്നെ തോൽക്കാൻ വിടാതെ ഒരുപാട് പേര് എന്നെ ചേർത്ത് പിടിച്ചു. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതാണ് സംഭവിച്ചതെന്നുള്ളത്. അതാണ് ഒരു പാർട്ട്. ഇനി രണ്ടാമത്തെ കാര്യം, എന്താണ് എന്റെ ഹെൽത്ത് ഇഷ്യൂ? എന്റെ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തുടങ്ങിയ ഭയങ്കര കോമഡിയാണ്. അതായത് ഇന്നേക്ക് ഒരു 2 വർഷം മുമ്പ് ഒരു ചപ്പാത്തി തിന്നുകൊണ്ടിരുന്ന ഞാൻ വെറുതെ ഒന്ന് തുമ്മിയപ്പോൾ നടുവിൽ ഒരു മിന്നൽ മിന്നി, പിന്നെ എഴുന്നേറ്റില്ല എന്നുള്ളതാണ്. ഏകദേശം ഒരു മാസത്തോളം കംപ്ലീറ്റ് കിടപ്പ് തന്നെയായിരുന്നു. എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ എന്റെ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ പുഷ്പ സിനിമയിലെ അല്ലു അർജുന്റെ പോലെയാണ്. എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ നടക്കുന്നത്, ഒരു വളവാണ്. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ആയത്. അപ്പൊ അവിടുത്തെ ഡോക്ടറിനോട് പറഞ്ഞത് ഇത് ഡിസ്കാ. അപ്പൊ എല്ലാ മനുഷ്യർക്കും ഡിസ്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ഡിസ്കിൽ എന്താ അതൊന്നും പുള്ളി പറയില്ല. ഒരു കൂട്ടം മരുന്നുകൾ തന്നു, മരുന്നുകൾ കഴിച്ചു. എന്തൊക്കെയോ മറ്റേ കിഴിയും കാര്യങ്ങളും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയോ നടന്നു. പക്ഷെ ഇരിക്കാൻ പറ്റില്ല, കുറച്ചു നേരം പോലും ഇരിക്കാൻ പറ്റില്ല. എണീറ്റ് നിൽക്കാൻ പറ്റും, പടി കയറാൻ പറ്റില്ല, പടി ഇറങ്ങാൻ പറ്റില്ല.
അപ്പോഴൊക്കെ ഈ നടുവിന്റെ വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് മാറുന്നില്ല. തുമ്മൽ ഒരു സൈഡിൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. തുമ്മും തോറും ഈ വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണ് സംഭവം എന്നറിയില്ല. അങ്ങനെ കോട്ടക്കൽ ചെന്നു. അവിടെയും നമുക്ക് ഇന്നതാണ് രോഗം എന്നൊരു എക്സ്പ്ലനേഷൻ, ഇത് എന്തുകൊണ്ട് വന്നു, ഇതൊന്നും കിട്ടുന്നില്ല. എന്നാലും മരുന്ന് കഴിച്ചു, കുറച്ചുകൂടി ബെറ്ററായി. ആൻഡ് എപ്പോഴെങ്കിലും ഒരു തുമ്മൽ വരുമ്പോൾ വീണ്ടും പഴയ പോലെയാവും. അതായത് ഒട്ടും നടക്കാൻ പറ്റാത്ത ആ വളഞ്ഞ അവസ്ഥയിലേക്ക് പിന്നെയും വരും. എക്സാക്ട്ലി ഞണ്ട് പോലെയാവും. കാല് നിലത്തൂത്താനേ പറ്റില്ല. ആ പെയിൻ എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. ഒരു തുമ്മല് ചുമയൊക്കെ വരുമ്പോഴത്തേക്കും പ്രാണം പോകുന്ന വേദനയാണ്. നടുവിന് വേദന വരുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവസാനം ഞാൻ തന്നെ ഫേസ്ബുക്കിലൂടെ ഒക്കെ പോസ്റ്റുകളൊക്കെ വായിച്ച് പട്ടാമ്പിയിലുള്ള ഷാബു പട്ടാമ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറിനെ കണ്ടുപിടിച്ചു. ആയുർവേദ ഡോക്ടറാണ് അദ്ദേഹം. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്, പാലക്കാട് മാത്തൂര്. അങ്ങനെ ഞാൻ നമ്പർ മേടിച്ചു, വിളിച്ചു, അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് എന്റെ അസുഖം എന്താണ് എന്നതിനെ കുറിച്ച് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങളോടും കൂടി പറയാൻ ഓർത്തു. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്റെ ശരീരത്തിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ മസിൽ ഷ്രിങ്കിങ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് മസിൽ ചുരുങ്ങുക എന്നൊരവസ്ഥ. ഇത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. എനിക്ക് ഭയങ്കര മുടിയുള്ള ഒരാളായിരുന്നേ. അപ്പൊ എന്റെ മുടി എന്ന് പറയുന്നത് എന്റെ അമ്മ എന്തോ ഒരു എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ്. ഞാൻ പേഴ്സണലി അതിന് കെയർ എടുത്തിരുന്നില്ല. 2021 അമ്മ മരിക്കുന്നത്. അമ്മ മരിക്കുന്നതിന് ഒരു 3 മാസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പൊ ഈ വലിയ മുടി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നാലും അമ്മയ്ക്ക് വിഷമാവല്ലോ എന്ന് ഓർത്ത് അപ്പം ഒന്നും ചെയ്തില്ല. ഇനി അമ്മ മരിച്ചതിന് ശേഷം ഹെയർ ഒക്കെ കട്ട് ചെയ്തു. പക്ഷേ ഈ എണ്ണ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ കൈ കിട്ടുന്ന പലതും യൂസ് ചെയ്തു. തുമ്മൽ വരുന്നു, മുടി ഒഴിയുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അവസാനം ഏതോ ഒരു എണ്ണയിൽ വന്ന് നിന്നു. പക്ഷെ ആക്ച്വലി ഞാൻ അമ്മ മരിച്ചതിന് ശേഷം ഒരു 2 ഇയർ കയ്യിൽ കിട്ടിയ എണ്ണകളൊക്കെ ഉപയോഗിച്ചിട്ട് നീരിറങ്ങി എൻ്റെ ശരീരത്തിലെ മസില് ശോഷിച്ചു പോയി എന്നൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന പോലെ കണ്ട എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കണം. നീരിറക്കമുള്ള ടൈപ്പ് ബോഡിയാണ് നിങ്ങളുടേതെങ്കിൽ എൻ്റെ ഈ കണ്ടീഷൻ നിങ്ങൾക്കും വരും. ശരീരത്തിൽ പലയിടത്തും മസിലില്ല, മസിൽ ചുരുങ്ങിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് നട്ടലിനോട് ഭാഗത്ത് നമുക്ക് ബട്ട് മസിലുണ്ട്. അതെന്തിനാ ഉള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ തുമ്മുക, ചുമക്കുക പോലുള്ള ആഘാതപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഉള്ളിലുള്ള എല്ലുകളിലേക്ക് ആ ആഘാതം ഏൽക്കാതിരിക്കാൻ മസിൽ പ്രൊട്ടക്ട് ചെയ്യും. ആ മസിൽ എനിക്കില്ല. നേരെ എൻ്റെ ഡിസ്കിലേക്ക് ആ പ്രഷർ അയക്കുകയും ഡിസ്ക് 2 സൈഡിലേക്ക് തള്ളി വരികയും ചെയ്തു. ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ജെല്ല് പുറത്തേക്ക് വരും. കാലുകളിലേക്കുള്ള വലിയ നാഡിയുണ്ട്. ആ നാഡിയാണ് നമ്മൾ എണീറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെ സഹായിക്കുന്നത്. ആ നാഡിയിലേക്ക് വന്ന് ഈ ഡിസ്ക് കുത്തും. അപ്പൊ കാലും അനക്കാൻ പറ്റില്ല, നടു അനക്കാൻ പറ്റില്ല. ഇതാണ് എനിക്കുണ്ടായ കണ്ടീഷൻ. ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ ഞാൻ നല്ല രീതിയിൽ റിക്കവറായി. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അസുഖമുള്ളത് ഓർക്കാത്ത പോലെ റിക്കവറായി. പക്ഷേ എനിക്ക് പ്രോപ്പർ എക്സസൈസ് എന്ന് പറഞ്ഞാൽ അതെന്റെ ലൈഫ് എൻഡ് ആണ്. എനിക്ക് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. എന്റെ അലർജി ഒന്നും മാറില്ല. അത് ഈ ഡിസംബർ ഇങ്ങനത്തെ ഇതിനനുസരിച്ചിട്ട് മാറി വന്നുകൊണ്ടിരിക്കും, തുമ്മിക്കൊണ്ടിരിക്കും. അതും ഈ പറയണ പോലെ മരിക്കണ വരെ തുമ്മിക്കൊണ്ടിരിക്കും. അത് മാറാൻ പോകുന്നില്ല. മസിൽ ബിൽഡ് ചെയ്യാന്നുള്ള ഒറ്റ സൊല്യൂഷൻ ആണുള്ളത്. അപ്പൊ മസിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ഒരു മസ്റ്റ് സംഗതിയാണ്. ഫുഡ് എങ്ങനെ കഴിച്ചാലും എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യാൻ പഠിച്ചു. ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഫുഡ് അത്രയ്ക്ക് വലിയ കഴിക്കുന്ന ആളല്ല. അതുകൊണ്ട് ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും പഴയ കണ്ടീഷനിൽ ഒരു തുമ്മിയതാണ് ഡിസംബറിൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന കണ്ടീഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഡോക്ടറെയാണ് കാണുന്നതെങ്കിലും പാലക്കാട് വരെ എനിക്ക് യാത്രയുണ്ട്. അത് കൂടാതെ ടെസ്റ്റുകളും കാര്യങ്ങളുണ്ട്. കൂടുതലും നമ്മൾ എക്സ്റേ കാര്യങ്ങളാണ്. അതുകൂടാതെ പിന്നെ ഈ MRI പോലുള്ള ഈ ഞരമ്പ് റിലേറ്റഡ് സംഗതികൾ, എന്താണ് കണ്ടീഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ടെസ്റ്റുകൾ. അതുപോലെ ആയുർവേദ മെഡിസിൻസിന് കുറച്ച് വില കൂടുതലാണ്. ഡോക്ടർക്ക് ഫീസ് ഒന്നുമില്ല. ഡോക്ടറിന് 5 രൂപയാണ് ഫീസ്. നല്ല ഡോക്ടറാണ്. ഡോക്ടർ നമ്മളെ കണ്ടിട്ട് നമ്മുടെ പാസ്റ്റ് മുതൽ ഇനി ഫ്യൂച്ചർ വരെയും പറയും. നമ്മളെ ലൈഫ് സ്റ്റൈല് ഒരുപക്ഷെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം പറയും. അതാണ് ആ ഡോക്ടറുടെ കഴിവ്. അദ്ദേഹത്തിന്റെ ചികിത്സയിൽ അപ്പം ബെറ്ററായി വരുന്നു. ഒട്ടും തന്നെ വേറൊരു വരുമാനം ഇല്ലാത്ത അവസ്ഥയിൽ എനിക്ക് ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെർട്ടിക്കുലറി എനിക്ക് വയ്യാതാവുന്ന ഒരു അവസരത്തിൽ ഞാൻ വന്ന് നിങ്ങളോട് സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ ചോദിക്കുന്നത്. അല്ലാതെ നമുക്ക് മന്ത്ലി കടന്നു പോകുന്ന ഒരു എക്സ്പെൻസിനും നമുക്ക് വേണം. ഇപ്പൊ യൂട്യൂബിൽ നിന്ന് വരുമാനം ഒട്ടുമില്ലെന്ന് ചോദിച്ചാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ട്. പക്ഷെ പഴയതുപോലെയല്ല. CPM എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നമ്മുടെ വരുമാനം തീരുമാനിക്കുന്നത്. 1K വ്യൂവിന് എത്ര എമൗണ്ട് ഒരു ചാനലിന് പേ ചെയ്യണം എന്നുള്ളത്. അതായത് മറുനാടന്റെ CPM ആയിരിക്കില്ല എന്റെ CPM. ഓരോരുത്തരുടെ വ്യൂവിനും റീച്ചിനും അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഈ റീച്ച് കളയാൻ വേണ്ടി റിപ്പോർട്ട് അടിച്ച് CPM താഴെ നടക്കുന്നത്. CPM ഏകദേശം $1 ഉണ്ടെങ്കിലാണ് നമുക്കൊരു മന്ത്ലി പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടുക. യൂട്യൂബ് ചാനലൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഫണ്ട് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഈ ഫണ്ട് കിട്ടുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. നല്ല പണിയെടുക്കണം. അങ്ങനെ നമ്മുടെ CPM കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് $100 വന്നാലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. മിനിമം അതാണ്. അതുപോലും കിട്ടാത്ത അവസരത്തിലാണ് നമ്മളെ ചാനൽ ഇരിക്കുന്നത്. സോ ദിസ് ഇസ് ദ കറന്റ് സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് പൊളി ന്യൂസ് പറഞ്ഞിട്ട് മറ്റൊരു ചാനൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഈ പ്രതിയോഗികളുടെ അല്ലെങ്കിൽ ശത്രുക്കളുടെ ആക്രമണം തുടങ്ങിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിന്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് വരാനാകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഒരു സഹായം കുറച്ച് കാലത്തേക്കും കൂടി എനിക്ക് വേണം. എന്നാൽ മാത്രമേ എനിക്ക് കുറച്ചും കൂടി പിടിച്ചു നിൽക്കാൻ കഴിയൂ. പക്ഷേ എനിക്കിത് ഒരുപാട് നാളത്തേക്ക് തുടർന്നു പോകാനോ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനോ ഒന്നും താല്പര്യമില്ല.
എന്നാൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഒരു സഹായം വേണ്ട സമയത്ത് ദുരഭിമാനം കാണിച്ച് നമ്മൾ ചത്താലും നമ്മൾ വേറൊരാളടുത്ത് സഹായം ചോദിക്കില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നത് ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒരു സംഗതിയാണ്. ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചത്, അല്ലെ? എന്ത് സംഭവിച്ചാലും അതിനിപ്പോ ഇഴഞ്ഞിട്ടായാലും നമ്മളെ ജീവൻ അതായിട്ട് പോകുന്ന സമയം വരെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം, അല്ലെ? മനുഷ്യരെപ്പോഴും മനുഷ്യർക്ക് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കറിയാം, കടം കൊണ്ടൊക്കെ മരിച്ചു പോയിട്ടുള്ള ഓരോരുത്തരുടെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലെ? ഇവര് പുറത്ത് വന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നല്ലോ. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാരാണ് നമ്മൾ എല്ലാവരും തന്നെ. അപ്പൊ അവര് മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്നതിലും നല്ലതല്ലേ ഇപ്പൊ പറയുന്നത് എന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം ചോദിച്ചത്. ഇതിനെ തെണ്ടലായിട്ട് വ്യാഖ്യാനിക്കുന്നവർക്കോട് എനിക്ക് വേറൊന്നും പറയാനില്ല. ഇപ്പൊ തെണ്ടുന്ന ആൾക്കാർ എന്തെങ്കിലും ചെയ്തിട്ടാണോ തെണ്ടുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷേ എന്റെ എഫേർട്ട് ഇട്ട് ഞാൻ വീഡിയോ ചെയ്ത് എന്റെ വായിലെ വെള്ളം പറ്റിച്ച് ഞാൻ സംസാരിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ സാമ്പത്തികമായിട്ട് നിങ്ങളോട് പേയ്മെന്റാ ചോദിക്കുന്നത്. അതായത് ഞാൻ ചെയ്യുന്നത് ജോലിക്കുള്ള കൂലി എനിക്കിപ്പോൾ നിങ്ങളാണ് തരുന്നത്, എന്നെ സഹായിക്കുന്ന വ്യക്തികളാണ് തരുന്നത്, അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ സഹായിക്കുന്നവർ എപ്പോഴും കൂടെ ഉണ്ടാകണം എന്നുകൂടിയാണ് പറയുന്നത്. ഇനി എനിക്ക് തോന്നുന്നു ഇനി പ്രൈം ആയിട്ടുള്ള അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇനി ബാക്കിയില്ല എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ദയവേത് റെലവെന്റ് ആയിട്ടുള്ള മെസ്സേജുകൾ മാത്രം അയക്കാം. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കില്ല. ഞാനത് മുൻപുള്ള എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ആ വീഡിയോന്റെ പേരിൽ തെറി പറയാൻ വേണ്ടി കുറെ പേര് വിളിക്കും. ഇവർ കമ്മികളാണോ ദുടാപ്പികളാണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ നേരത്തെ ഒരുപാട് പേര് വിളിച്ചു. അപ്പൊ നമ്മൾ എടുക്കില്ല, ഞാൻ കോൾ എടുക്കാറില്ല. ആരായാലും ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് നോക്കും. അതിൽ നോക്കി ജെനുവിൻ ആണെന്ന് കണ്ടാൽ മാത്രമേ സംസാരിക്കാൻ നിൽക്കാറുള്ളൂ. പിന്നെ ഈ പെണ്ണുങ്ങളുടെ നമ്പർ ആയതുകൊണ്ട് അതിൽ മെസ്സേജ് അയക്കാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരുടെ നേരം പോക്കിന് ദയവ് ചെയ്ത് എന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ള സ്ത്രീകളെ പോലെ ചിലപ്പം റിപ്ലൈ ചെയ്യാതെ മാത്രം ഇരിക്കുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. എന്റെ ഒരു മൂഡിനനുസരിച്ചിട്ടാണ്. അപ്പം എനിക്ക് നല്ലപോലെ ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ്. ആ ദേഷ്യത്തിന് നല്ലത് കിട്ടും. ചിലപ്പോൾ ഇനി വേറെ ആൾക്കാരുടെ അടുത്ത് പോയി നിങ്ങൾ മെസ്സേജ് ഒന്നും അയച്ചൊന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് പറയാണ്, ദയവേത് നിങ്ങൾ അങ്ങനത്തെ മെസ്സേജസ് ഒഴിവാക്കുക. ജെന്യൂൻ ആയിട്ട് ഒരുപാട് മെസ്സേജ് അയക്കുന്ന നല്ലപോലെ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവൻ എനിക്ക് പേഴ്സണലി കണക്ഷൻ ആയ ഒരുപാട് പ്രേക്ഷകരുണ്ട് ഇവിടെ. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും വീഡിയോ ചെയ്യുന്നത്. ഇനി അങ്ങോട്ടും അതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകാനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുക, തുടർന്നും കാണുക. കാണുന്ന വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ആക്കുക, ഒരു ലൈക്ക് ഇട്ടേക്കുക, ഒന്ന് കമന്റ് ചെയ്തേക്കുക. അത് നമ്മൾ റീച്ച് പഴയ നിലയിൽ എത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക്.